ദ ഗാർഡനർ നെറ്റ്ഫ്ലിക്സിൽ പുതുതായിട്ട് റിലീസായ സ്പാനിഷ് ക്രൈം ത്രില്ലർ സീരീസ് ആണിത്. ഇന്ന് ഈ സീരീസിനെ കുറിച്ച്. ഇതൊരു ഗാർഡനറുടെ കഥയാണ്, പൂന്തോട്ടക്കാരന്റെ. കുട്ടിയായിരിക്കുമ്പോൾ ഒരു ആക്സിഡന്റിന് ശേഷം അവന് യാതൊരു ഇമോഷൻസും വരില്ല എന്നുള്ളതാണ് പ്രത്യേകത. കരച്ചിലോ ചിരിയോ ദേഷ്യമോ പ്രണയമോ ഒന്നും ഫീൽ ചെയ്യാത്ത ഒരാൾ. അവനും അവന്റെ അമ്മയും ചേർന്ന് ഈ പ്രശ്നങ്ങളൊക്കെ നേരിടുന്ന മനുഷ്യരുടെ ലൈഫിലെ പ്രശ്നങ്ങളെ അപ്രത്യക്ഷമാക്കുന്ന ഒരു ജോലി ചെയ്തു വരുന്നുണ്ട്. അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല. ഇവരുടെ ഇടയിലേക്ക് ഒരു പെൺകുട്ടി വരുന്നതും തുടർന്ന് നടക്കുന്ന സംഭവങ്ങളുമാണ് ദ ഗാർഡനർ എന്ന സീരീസ് പറയുന്നത്. ഇതിന് ട്രെയിലറൊക്കെ കണ്ടപ്പോൾ വളരെ പ്രോമിസിംഗ് ആയിട്ട് തോന്നിയ ഒരു സീരീസ് ആയിരുന്നു. എന്തായാലും വരുമ്പോൾ കാണണമെന്ന് കരുതുവാണ്. ഗാർഡനറും അയാളുടെ നിഗൂഢതയും ആ ഒരു ബേസിക് ഐഡിയ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അതുകൊണ്ടാണ് ഞാനിത് കണ്ടിരുന്നത്. എങ്ങനെയായിരിക്കും ഇത് തീർക്കുക അല്ലെങ്കിൽ ഇവരിത് സോൾവ് ചെയ്യുക എന്നൊരു ആകാംക്ഷ ഉണ്ട്. ക്രൈം ത്രില്ലർ എന്നതിനപ്പുറം ഇതൊരു റൊമാൻറ്റിക് ത്രില്ലർ എന്ന് പറയുന്നതാണ് കൂടുതൽ ശരിയെന്ന് തോന്നുന്നു. ഇതിലെ നായകന്റെ അമ്മ, ആ ക്യാരക്ടേഴ്സിന്റെ പ്രത്യേകത, ഇതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് ഞാൻ നെഗറ്റീവ് പറയാം. നായകൻ എൽമർ ആയിട്ട് വന്ന അൽവറോ റിക്കോ നല്ല പെർഫോമൻസ് ആയിരുന്നു. നിഷ്കളങ്കമായിട്ടുള്ള ഒരു മുഖം, എന്നാൽ അതിന്റെ പിന്നിൽ ഒരുപാട് നിഗൂഢതകളുള്ള ഒരു കഥാപാത്രമാണ്. അത് നൈസായിട്ട് തന്നെ അൽവറോ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരു ഹാർട്ട് ബ്രേക്കിംഗ് സീനൊക്കെ ഭയങ്കര കിടുവായിരുന്നു. ജൈന യുറാഡോ എന്ന നായകന്റെ അമ്മ കഥാപാത്രമായിട്ട് വന്ന സിസിലിയ സുവാറേസ് ഒരു ഡിഫറെന്റ് ആൻഡ് കിഡു ക്യാരക്ടർ ആയിരുന്നു. പുള്ളിക്കാരി അത് നൈസായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഒപ്പം നായിക വയോലറ്റ ആയിട്ട് വന്ന കാറ്റലീന സൊപ്പലാനയും നൈസായിരുന്നു. സീരീസിന്റെ ക്യാമറ, എഡിറ്റിംഗ്, കളർ ടോൺ, പ്രൊഡക്ഷൻ ഡിസൈൻ, മ്യൂസിക് ഒക്കെ മികച്ചതാണ്. ഇതിന്റെ ലൊക്കേഷൻ ഭയങ്കര നൈസായിരുന്നു. പ്രത്യേകിച്ച് അവരുടെ ഒരു വീട്, പൂന്തോട്ടം, അതിന്റെ നിഗൂഢത, ഇതൊക്കെയാണ് നമ്മളെ ഈ സീരീസ് കാണാനായിട്ട് നമ്മളെ ആകർഷിക്കുന്ന ഘടകങ്ങൾ. പക്ഷെ ഇതിന്റെ നെഗറ്റീവ് എന്താണെന്ന് വെച്ചാൽ യാതൊരു ഹൈ മൊമെന്റ്സും ഇല്ലാത്ത കഥയുടെ ഈ പോക്കാണ്. ചിലയിടങ്ങളിലൊക്കെ എൻഗേജിങ് ആണ്, പക്ഷെ ഒരു വാ മൊമെന്റ്സ് ഒന്നും ഇല്ലാത്ത ഒരു കഥ. ഇമോഷൻസ് ഇല്ലാത്ത ഒരാളുടെ കഥ കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണോ എന്തോ യാതൊരു ഇമോഷണൽ കണക്ഷനും നമുക്ക് കഥയോടോ കഥാപാത്രങ്ങളോടോ ഫീൽ ചെയ്യില്ല എന്നുള്ളതാണ് സത്യം. ഈ ക്യാരക്ടേഴ്സിന് എന്തു വന്നാലും നമുക്കൊന്നുമില്ല. ഇതിന്റെ ആ ഒരു ത്രില്ലർ പോർഷനൊക്കെ നൈസായിരുന്നു. അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ, പ്രത്യേകിച്ച് ചെടികളെ കുറിച്ചുള്ള അന്വേഷണം, അതിന്റെ ഇൻഫർമേഷൻ ഒക്കെ ഭയങ്കര രസകരമായിരുന്നു. പക്ഷേ ഇതിലെ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ഭയങ്കര ക്രിഞ്ചായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇപ്പോൾ നായകനും നായികയും തമ്മിലുള്ള റൊമാൻസ് പോട്ടെ, അതിനിടെ കൂടെയാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ തമ്മിലുള്ള അനാവശ്യമായിട്ടുള്ള റൊമാൻസ്. അവരുടെ ആവശ്യം തനിക്ക് അനാവശ്യമായിരിക്കും. പ്രത്യേകിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥ പുള്ളിക്കാരി ഓരോന്നിങ്ങനെ കണ്ടുപിടിക്കുമ്പോഴൊക്കെയുള്ള ക്യൂട്ട്നെസ് വാരി വിതരാൻ ശ്രമിക്കുന്നതൊക്കെ എനിക്ക് നല്ല ക്രിഞ്ചായിട്ട് ഫീൽ ചെയ്തു. സോ ആകെ മൊത്തം ടോട്ടലിൽ നല്ലൊരു ബേസിക് ഐഡിയ ഒക്കെ ആയിരുന്നു. പക്ഷെ അത് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാത്ത ഒരു സീരീസ് ആയിട്ട് തോന്നി. ഒരുപാട് ക്രൈം ത്രില്ലർ സീരീസുകളും സിനിമകളും ഒക്കെ കണ്ട ആൾക്കാർക്ക് ഇത് കണ്ടാൽ ഒന്നും തോന്നുകയില്ല എന്നുള്ളതാണ് സത്യം. അല്ലാത്തവർക്ക് വേണമെങ്കിൽ ടൈം പാസിനെ ഒന്ന് കണ്ടു നോക്കാവുന്ന സീരീസ് ആണ്. ഒരു വൺ ടൈം വാച്ചബിൾ, ആവറേജിന് താഴെ നിൽക്കുന്ന ഒരു സീരീസ് ആയിട്ടാണ് തോന്നിയത്. നെറ്റ്ഫ്ലിക്സിലാണ് ഈ സീരീസ് ഉള്ളത്. ആകെ 6 എപ്പിസോഡുകളാണുള്ളത്. ഓരോന്നും 42 മുതൽ 44 മിനിറ്റ് വരെ ദൈർഘ്യമുണ്ട്. സ്പാനിഷ് ആണ് ഇതിന്റെ ഒറിജിനൽ ലാംഗ്വേജ്. ഇംഗ്ലീഷ്, ഹിന്ദി ഡബിംഗ് അവൈലബിൾ ആണ്. മലയാളം ഡബിംഗ് ഒന്നും ഇല്ല, തമിഴും ഇല്ല. ഇതിന്റെ പ്ലോട്ട്, ചില സീൻസ് ഒക്കെ കൊണ്ട് 18+ ആണെന്ന് പറയാം. അപ്പോൾ നിങ്ങൾ ഈ സീരീസ് കണ്ടുള്ളവരാണ്, നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരി.